ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ രാമായണം ഇന്നലെ വായിച്ചത് അഹല്യ ദേവിക്ക് ശ്രീരാമഭഗവാൻ മോക്ഷം കൊടുത്തു. എന്നിട്ട് ഗൗതമ മഹാമുനിയുടെ അടുക്കലേക്ക് പോയി, സന്തോഷമായിട്ട് പോയി. അത് ബാക്കി നമുക്ക് സീതാ സ്വയംവരമാണ് ഇനി വായിക്കാനുള്ളത്. അഹല്യാദേവി സ്തുതിച്ച ഈ സ്തുതിപ്പുകൾ ആര് ചൊല്ലിയാലും അവർക്ക് എന്തൊക്കെയാ കിട്ടുക? അർത്ഥാർത്ഥി ജപിച്ചതിൽ അർത്ഥമുണ്ടാകും, പുത്രാർത്ഥി ജപിച്ചതിൽ സന്തതി, അതായത് പുത്രനുണ്ടാകും. അങ്ങനെ എന്ത് നമുക്ക് വേണം. ഈ സ്തുതിപ്പ് ഇന്നലെ ചൊല്ലിയ സ്തുതിപ്പ് ദേവിയുടെ സ്തുതി, അത് അഹല്യാദേവി ഭഗവാനെ കണ്ട് സ്തുതിച്ചതാണ്. അത് ആ ഭാഗം വായിച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ മതി. എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് എന്നും ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. പിന്നെയോ എന്തെല്ലാം ദോഷങ്ങൾ ചെയ്ത അധവന്മാരായാൽ പോലും അതെല്ലാം ഒരു കാലം ചെയ്തെങ്കിൽ പോലും ഈ സ്തുതിപ്പുകൾ ചൊല്ലി ശ്രീരാമ ഭഗവാന്റെ ഈ നാമം അത്രമാത്രം മഹാത്മ്യമുള്ള ഈ സ്തുതിപ്പ് ചൊല്ലിയാൽ എല്ലാ പാപവും കൽമഷവും നീങ്ങിപ്പോകുമെന്ന് ഇതിൽ പറയുന്നത്. ചേതസി രാമചന്ദ്രം ധ്യാനിച്ച് ഭക്തിയാ ജപിച്ച് ആദരാൽ വണങ്ങുകിൽ. ആദരവോടുകൂടി എല്ലാം കൂടെ വേണം. വെറുതെ വാഗൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അത്രത്തോളം ഭക്തിയാ ചേതസി മനസ്സിൽ രാമചന്ദ്രം ധ്യാനിച്ച് ഭക്തിയാ ജപിച്ച് ആദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. ഏത് പാപിക്കും. ഇവിടെ സ്വർണം മോഷ്ടിക്കുന്നവനോ ഗുരുപത്നിയെ പ്രാപിച്ചവനോ മദ്യപാനി, ബ്രാഹ്മണരെ ഹനിച്ചവൻ, മാതാപിതാക്കളെ കൊന്നവൻ, വഴിപിഴച്ച വിഷയസുഖങ്ങൾ മുഴുകുന്നവൻ, ഇങ്ങനെയുള്ള ഓരോ ദുഷ്കർമ്മികളായിട്ടുള്ളവരായാലും ഈ ഭഗവാനെ ഇതുപോലെ ധ്യാനിച്ച് അത്രമാത്രം ഭക്തിയാ ജപിച്ച് ആദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. ഈ പറയുന്ന പോലെ ചെയ്താൽ സൽവൃത്തനെന്നായില്ലോ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും. സദ്യ സംഭവിക്കും, പെട്ടെന്ന് കിട്ടും. ഒരു സൽവൃത്തനെങ്കിൽ ദുഷ്കർമ്മം ചെയ്യുന്നവർക്ക് പോലും മോക്ഷം കിട്ടും. എന്നാലോ ഒരു സൽവൃത്തൻ, ഒരു സാത്വികനായ ഒരു ഭക്തനാണെങ്കിലോ പെട്ടെന്ന് കിട്ടും. സദ്യ സംഭവിച്ചിടും, സന്ദേഹമില്ല, ഒരു സംശയവുമില്ല എന്നാണ് ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത്. അത്രമാത്രം ആനന്ദകരമായിരിക്കുന്ന ശ്രീരാമമന്ത്രം നമ്മളെല്ലാവരും ഭഗവാനെ ഇന്നലെ എത്രമാത്രം ഭക്തിയോടെയാണ് ആ അഹല്യ ഈ ഭഗവാനെ കണ്ട് ആ പാറയിൽ നിന്ന് മോക്ഷം പ്രാപിച്ചു വന്നപ്പോൾ ആ പ്രാർത്ഥന നമുക്കും അത് ഈ ഒരു ഭാഗം ഇന്നലെ വായിച്ചത് നമുക്ക് എന്നും വായിക്കണം ഭക്തിപൂർവ്വം. ഇന്നെനിക്ക് അല്പം ജോലികൾ കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ ചെത്തി വരാൻ ഒരാൾ വന്നപ്പം ഞാനും കൂടി ഇച്ചിരി വല്ലതൊക്കെ ആഹാരമൊക്കെ വെച്ച് കൊടുക്കണ്ടേ, അങ്ങനൊന്നും ചെയ്തുകൂടാ. അപ്പോഴത്തേക്ക് എനിക്ക് ദേഹമെല്ലാം അങ്ങ് വേദനയാണ്. ഞാൻ പറയും ഭഗവാനെ എങ്ങനെ സന്തോഷമായിട്ട് ഇന്നത് വായിക്കും. നമുക്ക് ശരീരത്തിന് വേദന വന്നുകൂടാ. ഈ വാദം ഉള്ളതുകൊണ്ട് വേദന വരും, ഒന്നും ചെയ്തുകൂടാ. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഞ്ഞിയൊക്കെ വെച്ച് കാട്ടിക്കൂട്ടിയൊക്കെ കഴിച്ച് എങ്ങനെയായാലും മതി. പക്ഷേ ആരെങ്കിലും ഒരു ജോലിക്കാർക്ക് അങ്ങനെ കൊടുക്കുമ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് ജോലി കൂടില്ലേ, അതുകൊണ്ടൊക്കെ ഉള്ളൊരു വേദന അതേ ഉള്ളൂ. എന്നാലും കാലിൻ്റെ മസിലൊക്കെ കയറി പിടിക്കുന്ന ഇങ്ങനെ ഇരുന്നപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. നിന്നൊന്നും ചെയ്തുകൂടാ. അപ്പോൾ ഇങ്ങനെ ഈ കസേരയിൽ തന്നെ ഇരിക്കുമ്പം കാലിൻ്റെ ഇങ്ങനെ മസിൽ അങ്ങോട്ട് വല്ലാതെ വരും. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കൊക്കെ. ഞാൻ ഓണത്തിന് എന്തും ചെയ്താൽ പിന്നെ കിടപ്പാ, അതുകൊണ്ട് ഒന്നും ചെയ്യത്തില്ല. എനിക്ക് ഇതൊക്കെയാണ് ഇഷ്ടം. അതൊന്നും കണ്ടില്ലേ, കൂടുതൽ സംസാരിക്കാൻ തൊണ്ടടപ്പുണ്ടേ. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഞാനിങ്ങനെ എൻ്റെ ഭഗവാൻ എന്നെ ഇങ്ങനെ ഒറ്റയ്ക്കൂടെ വെച്ചേക്കുന്നത്. നമുക്ക് അങ്ങനെ സീതാ സ്വയംവരം വായിക്കാം. ഇന്ന് ഉള്ള സന്തോഷത്തിൽ വായിക്കാം, അതല്ലേ പറ്റുള്ളൂ. എന്നാലും ഇത് ചൊല്ലുമ്പോൾ എൻ്റെ വേദനയൊക്കെ പമ്പ് കിടക്കും, അത് കഴിയുമ്പോഴേ ഉള്ളൂ. അതുകൊണ്ട് ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കണം. എല്ലാവരും ഇങ്ങനെ അല്ലയോ, വേദന അല്ലയോ എല്ലാവർക്കും. ഓരോരുത്തർക്കും ഓരോ രീതി. നമ്മളതൊക്കെ നമ്മുടെ ദേഹം ഒരു
വാഹനമല്ലയോ നമ്മളെ കൊണ്ടു നടക്കുന്ന വാഹനം. അതിന് ഇങ്ങനെയൊക്കെ തന്നെയാണ്. വയസ്സാകുമ്പം വല്ലാത്ത കൂടെ എണ്ണ ഇടാക്കോ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ യന്ത്രത്തിന്. ഇനിയിപ്പോൾ എണ്ണയിലൊന്നും കേൾക്കത്തില്ല. ഇനി എപ്പോഴാ പോകുന്ന നോക്കിക്കൊണ്ടിരുന്നാൽ മതി. കാരണം എല്ലാ മക്കളും ഇതൊക്കെ കേട്ട് സന്തോഷിക്കുക. വയസ്സായാൽ പിന്നെ നമ്മൾ ആരെയും കുറ്റം വിധിക്കാൻ, നമ്മളൊന്നും ചെയ്യാതെ കഴിഞ്ഞു കൂടണം. അത്രയേ ഉള്ളൂ. വന്ന വാക്കിന് കഴിയണം. ആരെയും ആശ്രയിക്കാതെ കഴിഞ്ഞു കൂടണമെന്ന് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ആരുടെയും കൂടെ പോയി നിൽക്കാത്ത വെച്ചാൽ എനിക്ക് എല്ലാം ഞാൻ മത്സ്യമാംസങ്ങളൊന്നും കൂട്ടത്തില്ല. അപ്പം പിന്നെ 4 വർഷം കൊണ്ട് ചെറിയ ചെറിയ മത്സ്യം കഴിക്കുന്നത്. അപ്പം 4 വർഷം കൊണ്ട് ഞാനത് ഇഷ്ടമല്ലാന്ന് വെച്ചാൽ ഞാൻ വെറുത്തതല്ല, ഞാൻ വേണ്ടാന്ന് വെച്ച്. മാംസം പിന്നെ കഴിക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാൻ എങ്ങും പോയി നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വായിക്കാം. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. മക്കളെല്ലാം സന്തോഷിക്കുക. ഓണമൊക്കെ വരുമല്ലേ, എല്ലാവരും ആനന്ദിക്കുക. എല്ലാ മക്കൾക്കും ഞാൻ പ്രത്യേക ഓണാശംസകൾ പറയുന്നു. എന്തായാലും നമുക്ക് വായിക്കാം മക്കളെ. ഇന്നത്തേക്ക് ക്ഷമിക്കുക. നാളെ ഞാൻ നാളെ ഉണ്ട് പണി ഇവിടെ. നാളെ ഇനി എന്താവോ എന്തോ. വായിക്കട്ടെ, ഭഗവാനോടും ചോദിക്കാം വായിക്കട്ടെ എന്ന്. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ച് അപ്പോൾ വിശ്വനായകൻ തന്നോട് ഈ വണ്ണം അരുൾ ചെയ്താൻ. കാരണം ഈ അഹല്യാദേവിയുടെ പ്രാർത്ഥന കേട്ടപ്പോൾ അത്രമാത്രം ആനന്ദം വിശ്വാമിത്ര മഹർഷിക്ക് ഉണ്ടായി. അവർ 3 പേരും കൂടെ ആണല്ലോ, ലക്ഷ്മണനും ശ്രീരാമനും വിശ്വാമിത്രനും കൂടെ ആണല്ലോ ഈ ജനക മഹാരാജാവിൻ്റെ അവിടേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ. കാരണം സമയം കളയണ്ട, നമുക്ക് ധനുർയജ്ഞം ആഘോഷം കാണാൻ പോകണം, യജ്ഞം. അങ്ങനെ ഇറങ്ങിയ വഴിക്കാണല്ലോ ഇവിടെ ഗംഗാനദിയുടെ അവിടെ ചെന്നപ്പോൾ ഇവിടെ ഈ അഹല്യയുടെ ആ പ്രദേശം കണ്ടപ്പോൾ ആശ്രമം നല്ല സുന്ദരമായി, ഇവിടെ എന്ത് സൗന്ദര്യമാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ചരിത്രം പറയുന്നത്. ബാലകന്മാരെ, ഈ കുട്ടികളെ വിളിക്കുകയാണ് ശ്രീരാമനെയും ലക്ഷ്മണനെയും. ബാലകന്മാരെ പോകാം മിഥിലാപുരിക്ക്, നാം കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. ഇവിടെ അഹല്യയ്ക്ക് മോശം കൊടുത്ത് എല്ലാം സന്തോഷമായി. ഇനി നമുക്ക് സമയം കളയണ്ട, പോകാം. യാഗങ്ങളൊക്കെ ചെയ്യാനാണല്ലോ ഇദ്ദേഹത്തിനെ ഈ ഭഗവാനെ കൊണ്ടുവന്നത്, താടകയൊക്കെ വധിക്കാൻ വേണ്ടി. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കിനി സമയം കളയാതെ എവിടേക്ക് പോകാം? മിഥിലാപുരിയിൽ, അതായത് ജനക മഹാരാജാവിൻ്റെ സീതയുടെ രാജധാനിയിൽ. അവിടാണ് ജനക മഹാരാജാവിൻ്റെ മകളാണല്ലോ സീത. അതുകൊണ്ട് കാലവും സമയം വെറുതെ കളയണ്ട, അതുകൊണ്ട് പോകാം. യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോട് അയോധ്യയും ബുക്ക് താതനെ കാണാം. പെട്ടെന്ന് സമയങ്ങളെ പോയിട്ട് അവിടെ ചെന്ന് മഹാദേവ ചാപവും, ആ ചാപവും കാണണം, അവിടുത്തെ യാഗവും കാണണം. അതൊക്കെ ഒരു ആഘോഷമാണല്ലോ. അതും കണ്ടിട്ട് വേഗം നമുക്ക് എവിടെ പോകണം? അയോധ്യ പോയി പിതാവിനെ കാണണ്ടേ. പിതാവ് ഇഷ്ടമില്ലാതെ വിട്ടതാണെന്ന് വിശ്വാമിത്രന് അറിയാം. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് വേണ്ടേ. ഇത്തരം അരുൾ ചെയ്തു ഗംഗയും കടന്നവർ. ഗംഗയുടെ അവിടെ ചെന്നപ്പോഴാണ് ഈ ആശ്രമത്തിൽ കയറിയത്. ഈ അഹല്യ ഗൗതമഹാമുനി പോയി ഹിമാവൽ പാർശ്വങ്ങളിലേക്ക് പോയി. അപ്പോൾ ഈ ആശ്രമത്തിൽ കയറിയപ്പോൾ അവിടെ ഈ കഥ പറഞ്ഞിട്ട് ശ്രീരാമൻ ചെന്ന് വേണം അവർക്ക് മോക്ഷം കൊടുക്കുക. അതൊക്കെ വിശ്വാമിത്രന് അറിയാം, ശ്രീരാമൻ അത് അറിയില്ല. അങ്ങനെ കൊണ്ട് ചെന്നെങ്കിലല്ലേ അവർക്കും മോക്ഷം കിട്ടണ്ടേ. അപ്പോൾ അത് സാധിച്ചു. നമുക്കിനി സത്വരം ചെന്ന് മിഥിലാപുരം അകമ്പുക്ക്, ഇത്തരം വേഗമോട് അയോധ്യയും ബുക്ക് താതനെ കാണാം. ഇത്തരം അരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്ന് മിഥിലാപുരം അകമ്പുക്കു. അങ്ങനെ മിഥിലാപുരത്തിലകത്തോട് ചെന്നു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചതെന്ന് അത് കേട്ട നേരം ഇങ്ങനെ വിശ്വാമിത്ര മഹർഷി വന്നിരിക്കുന്നു എന്ന് അവിടെ ആശ്രമത്തിൽ അത് മനസ്സിലായി. അങ്ങനെ വന്നിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ എന്ത് വന്നു? മനസ്സിൽ നിറഞ്ഞൊരു പരമാനന്ദത്തോടും. മഹർഷിയല്ലേ, ആചാര്യനാണല്ലോ, മറ്റേ രാജാവാണ്. ജനക മഹാരാജാവ് വെച്ചാൽ രാജാവേ ഉള്ളു. പക്ഷെ ഇത് ആചാര്യനാണ്, ഗുരുവാണ് വിശ്വാമിത്രൻ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊന്നും ആരെന്ന് അവർക്ക് അറിഞ്ഞില്ല. വിശ്വാമിത്രനെ അവർക്കറിയാം, ഗുരു ആയതുകൊണ്ട്, ആചാര്യനായതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ചെന്ന് പ്രവേശിച്ചു എന്നായപ്പോഴത്തേക്ക് മനസ്സങ്ങ് നിറഞ്ഞു. ജനകന് മനസ്സിൽ നിറഞ്ഞൊരു പരമാനന്ദത്തോടും ഈശ്വരൻ വരുന്നത് പോലെ ഈ മഹർഷിമാരൊക്കെ ചെല്ലുമ്പം
ജനക മഹീപതി സംഭ്രമ സമന്വിതം. മഹീപതി രാജാവ്, ജനക രാജാവ് സംഭ്രമമായി അയ്യോ ആരാ വന്നിരിക്കുന്നേ എന്നുള്ളൊരു പ്രത്യേകതര അനുഭൂതിയുണ്ട്. അങ്ങനെ സംഭ്രമ സമന്വിതം പൂജാ സാധനങ്ങളും എടുത്ത് ഭക്തിയോട് ആചാര്യനോട് ഋഷിവാടം പ്രാപിച്ച നേരം. അങ്ങനെ പൂജിച്ചിരുത്തണ്ടേ മഹർഷിയെ, വിശ്വാമിത്രനെ, ഗുരുവല്ലേ. അങ്ങനെ പെട്ടെന്ന് തന്നെ പൂജാസാധനങ്ങളെല്ലാം എടുത്ത് ഋഷിവാടം പ്രാപിച്ച നേരം, അത് ആശ്രമം, ഋഷിവാടം ഋഷികൾ താമസിക്കുന്ന ആശ്രമം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ച് ആചാരം പൂണ്ട് നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും. അപ്പോൾ അദ്ദേഹത്തിനോട് 2 പിള്ളേരും നിൽക്കുന്നു, രാമനും ലക്ഷ്മണനും. അവരെ കണ്ടു ഈ നൃപേന്ദ്രൻ, ഈ ജനക മഹാരാജാവ്. ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രന്. ഈ 2 കുട്ടികളെ കണ്ടിട്ട് ഈ രാജാവ് ചോദിച്ച്, നൃപേന്ദ്രൻ എന്താ ചോദിക്കുക? കന്ദർപ്പൻ കണ്ടു വന്ദിച്ചിടുന്ന ജഗദേക സുന്ദരന്മാരാം ഇവരാരെന്ന് കേൾപ്പിക്കണം. വിശ്വാമിത്ര മഹർഷിയോട് ചോദിക്കുന്നത്, ഇത്രയും കാമത സുന്ദരന്മാരല്ലയോ കന്ദർപ്പൻ കണ്ടു വന്ദിച്ചിടുന്ന? കന്ദർപ്പൻ പോലും കണ്ടാൽ വന്ദിക്കുക, അത്രമാത്രം സുന്ദരന്മാരാണ് കാമദേവൻ. അതാണ് ജഗദേക സുന്ദര. ഇത്രമാത്രം സുന്ദരന്മാരാം ഇവരാരാ എന്ന് പറയൂ, കേൾപ്പിക്കൂ എന്ന് അത്രമാത്രം എന്താ അത്ര തേജസ്സാണ്. നരനാരായണന്മാരാകിയ മൂർത്തികളോ, ഇവർ ആരാ? നരനാരായണന്മാരാണോ? അതായത് ഒരാൾ നാരായണനും ഒരാൾ നരനും. അത് ഇപ്പം ശ്രീകൃഷ്ണനും അർജുനനും നമുക്ക് അങ്ങനെ പറയാം. അർജുനൻ മനുഷ്യനാണ്, ഭഗവാൻ കൃഷ്ണനോ നാരായണനാണ്. അവർ രണ്ടും അത്ര സുഹൃത്തുക്കളാണ്. അതുപോലെ ഇപ്പം ലക്ഷ്മണനും ശ്രീരാമനും അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഉള്ളവരാണോ? അതാണ് നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ട് കാണായതിപ്പോൾ. അത്രമാത്രം നര എന്ന് വെച്ചാൽ മനുഷ്യൻ, ആകാരം എന്താണ്? വീര ആകാരം. അത്രമാത്രം ശ്രേഷ്ഠനായ മനുഷ്യാകാരം ശരീരം. അപ്പോൾ ഒരു മനുഷ്യശ്രേഷ്ഠൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള നല്ല നല്ല ശ്രേഷ്ഠന്മാരുണ്ട് മനുഷ്യരിൽ. ആകൃതി, അങ്ങനെയുള്ള ആകൃതി പൂണ്ട കാണായതപ്പോൾ ആ രാജാവ് ഇവരെ കണ്ടിട്ട് ഇതൊക്കെയാ പറയുന്നത്, ഇവർ നരനാരായണന്മാരാണോ? ഇവർ നരവീരാകാരം കൈക്കൊണ്ട് കാണായതിപ്പോൾ. വിശ്വാമിത്രനും അത് കേട്ട് അരുൾ ചെയ്തിടിനാൻ. ഇത്രയും അങ്ങോട്ട് ജനക മഹാരാജ ഇവരെ കണ്ട് സുന്ദരന്മാരെന്നൊക്കെ പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ എന്ത് പറഞ്ഞു? വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ. വാക്യം ഞാൻ പറയുന്നത്, വാക്യം നമ്മൾ പറയുന്ന വചനങ്ങൾ നീ വിശ്വസിക്കൂ രാജാവേ, ഞാൻ പറയാം. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠൻ, ഇവൻ ലക്ഷ്മണൻ മൂന്നാമവൻ. അപ്പോൾ എന്താ? വീരനായിരിക്കുന്നത് ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനാണ്, അത് ലക്ഷ്മണൻ്റെ ജ്യേഷ്ഠൻ. എന്നാൽ ലക്ഷ്മണനോ മൂന്നാമത്തവനാണ്. ഇടയ്ക്ക് ഒരാളുണ്ട്, ഭരതൻ. അപ്പോൾ 2ാമത്തെ ഭരതനും 4ാമത്തെ ശത്രുഘ്നൻ. അപ്പം 3ാമത് ആരാ? ലക്ഷ്മണൻ. അതുകൊണ്ട് ശ്രീരാമൻ ജ്യേഷ്ഠൻ, ഇവൻ ലക്ഷ്മണൻ മൂന്നാമവൻ. അത് വീരനായിരിക്കുന്ന ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാണ്. എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടു പോന്നിടിനേൻ ഇത് കാലം. അതായത് യാഗം ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഈ താടക പോലുള്ള രാക്ഷസികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് യാഗം രക്ഷിക്കാൻ വേണ്ടി, ഒരു യാഗം ചെയ്യണമെങ്കിൽ ആരും രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവരെ ഭയന്നിട്ട് അവളെ വധിക്കാൻ വേണ്ടി ശ്രീരാമനെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാണ് അയോധ്യയിൽ പോയി യാഗം രക്ഷിക്കാൻ. അമാവാസി തോറും ഇങ്ങനെ ചെയ്യുന്ന യാഗം. കാടകം ബുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ട് എയ്തു കൊന്നാൻ. അങ്ങനെ താടക എന്ന് പറഞ്ഞ രാക്ഷസിയെ ഒരു ബാണം കൊണ്ട് ശ്രീരാമൻ എയ്തു കൊന്നു. പേടിയും തീർന്നു സിദ്ധാശ്രമവും ബുക്ക് യാഗം ആടൽ കൂടാതെ രക്ഷിച്ചിടാൻ വഴി പോലെ. അപ്പോൾ അതുകൊണ്ട് അവളെ കൊന്നതുകൊണ്ട്, താടകയെ കൊന്നതുകൊണ്ട് എൻ്റെ പേടിയെല്ലാം തീർന്നിട്ട് എന്ത് ചെയ്തു? സിദ്ധാശ്രമവും ബുക്ക് അവിടേക്ക് ചെന്ന് ആടൽ കൂടാതെ, സിദ്ധാശ്രമത്തിലാണ് ഈ യാഗം ചെയ്യുന്ന വിശ്വാമിത്രൻ്റെ, അവിടെ ഉണ്ട് ആടൽ കൂടാതെ ഒരു ദുഃഖവും ഇല്ലാതെ രക്ഷിച്ചിടാൻ വഴി പോലെ. അപ്പോൾ ഈ താടകയെയും പോയി പിന്നെ രക്ഷിക്കാൻ വേണ്ടി ശ്രീരാമഭഗവാൻ യാഗം തിരുവോടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ വേറെ രാക്ഷസന്മാരൊന്നും വന്ന ഭഗവാൻ കൊല്ലും. അതുകൊണ്ട് ഒരു പേടിയും ഇല്ലാതെ ഈ യാഗം രക്ഷിച്ചു വഴിപോലെ ചെയ്തു. ശ്രീപാദാംബുജ രജസ്പൃഷ്ടി കൊണ്ട് അഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. അതുകൊണ്ട് ഇവിടെ ഭഗവാന്റെ പാദാംബുജം കൊണ്ട് ആ പാറയിൽ അഹല്യയിൽ പാപം നശിപ്പിച്ച് പാവനയാക്കി വിട്ടു, പരിശുദ്ധയായി വിട്ടു. അത്രമാത്രം ആനന്ദ ലഹരിയിലായിരുന്നു ഇന്നലത്തെ അവരുടെ സ്തുതിപ്പൊക്കെ. എന്താ അവർ പരിശുദ്ധയായി ഭഗവാനെ സ്പർശിച്ചപ്പോൾ ആ പാംസം അവരുടെ
ആ പാറയിൽ നിന്ന് വീണ് അവരുടെ ദേഹത്ത്. അപ്പോൾ അത്രമാത്രം ആനന്ദ നിർവൃതിയിൽ ആ അഹല്യയുടെ പ്രാർത്ഥന എത്രമാത്രം ആണ്. അപ്പോൾ അതുകൊണ്ട് പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പരമേശ്വരമായ ശാപത്തെ കാണുവാൻ ഉള്ളിൽ പാരം ആഗ്രഹമുണ്ട്, നീ അത് കാട്ടിയിടണം. ഇനി ഇവിടെ ആഗ്രഹം ശാപം കാണുക. വില്ല് പരമേശ്വരനായ, അതായത് ശൈവശാപം, ശിവന്റെ ശാപം, ശിവന്റെ എന്താ വില്ല്, ശാപം വില്ല്. ശാപമല്ല, ശാപം ചായാണ്, ഷായല്ല. ശാപം എന്ന് വെച്ചാൽ കൽമഷമല്ലേ, പാപമല്ലേ. ഇത് അല്ല, ശാപം എന്ന് ശപിക്കുകയല്ലേ. പക്ഷെ ഇത് ചായാണ്, ചായയുടെ ചായ, നമ്മൾ കുടിക്കുന്ന ചായയുടെ ആ ചാപം വില്ല്. അതുകൊണ്ട് പാരമേശ്വരമായ ചാപത്തെ കാണുവാൻ ഉള്ളിൽ പാരമാഗ്രഹമുണ്ടോ, നീ അത് കാട്ടിയിടണം. ജനകനോട് പറയുന്നു, നീ അതുകൊണ്ട് കാണാൻ വലിയ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് കൊണ്ട് കാണിക്കണം. അവർ മറ്റെവിടെയോ ഇരിക്കുകയാണത്. ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ട് സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. അങ്ങനെ പൂജയ്ക്ക് അവരെ കണ്ടപ്പോഴേ ഈ സുന്ദരന്മാരാണെന്നൊക്കെ ചോദ്യം അങ്ങോട്ട് നടത്തി. എന്നിട്ട് വഴിപോലെ പൂജിച്ച് അവർക്ക് ആഹാരം കൊണ്ട് സൽക്കരിച്ച് എല്ലാവരെയും ഇരുത്തി പൂജിച്ച് വഴിപോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ട് ഉൾക്കുരുന്നെങ്കിൽ പ്രീതി വർദ്ധിച്ചു ജനകനും. ഈ സൽക്കാരയോഗ്യന്മാരാം, ഇവരെ സൽക്കരിക്കാൻ യോഗ്യന്മാരാണെന്ന് അപ്പോൾ മനസ്സിലായി ജനക മഹാരാജാവിന്. ഈ രാമനും ലക്ഷ്മണനും ഒക്കെ അത്രമാത്രം യോഗ്യന്മാരാണ്, സൽക്കാരയോഗ്യന്മാരാ. ഇവരെ ആര് സൽക്കരിച്ചിരുത്തി പൂജിക്കപ്പെടേണ്ടവരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ രാജപുത്രന്മാരെ കണ്ട് ഉൾക്കുരുന്നെങ്കിൽ ജനക മഹാരാജന്റെ ഉള്ളിൽ ആ പ്രീതി വർദ്ധിച്ചു ജനകനും. ഇവരെ ഈ കുട്ടികളെ കണ്ടപ്പോൾ അത്രമാത്രം അവർ പ്രീതി, സന്തോഷം, ആനന്ദം ഉണ്ടായി. ഉൾക്കുരുന്നെങ്കിൽ പ്രീതി വർദ്ധിച്ചു ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു. ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ശാപം, ശിവശാപം, ശൈവശാപം. അതായത് മന്ത്രിയെ വിളിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ വില്ല്. അതുകൊണ്ട് ജനക മഹാരാജന്റെ മന്ത്രി സജീവനെ വിളിച്ചു നിയോഗിച്ചു. ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ശാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ. അന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ. അങ്ങനെ ഇത് കേട്ടുകൊണ്ട് മന്ത്രി പോയി. മറ്റാൾക്കാരെ വിളിച്ചു വേണമല്ലോ വിടാൻ. അതിന് മന്ത്രി അടുത്താണല്ലോ രാജാവ് ആജ്ഞാപിക്കുന്നത്. അതുകൊണ്ട് അന്നേരം പോയപ്പോൾ എന്നത് കേട്ട് മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ. അന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ. അയാൾ പോയപ്പോൾ കൗശികനോട്, വിശ്വാമിത്രനോട് ജനക മഹാരാജാവ് പറയുന്നു, രാജനന്ദനായ ബാലകൻ രഘുവരൻ, രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി. ദാശരഥി ശ്രീരാമൻ ദശരഥ മകനായോണ്ട് ദാശരഥി എന്ന് പറയാം. ശ്രീരാമന്റെ ഒരു പേരാണ് ദാശരഥി. ദശരഥ മഹാരാജന്റെ മകനെ അങ്ങനെ വിളിക്കുന്നു. അപ്പോൾ രാജനന്ദനായ, രാജകുമാരനായ ബാലകൻ രഘുവരൻ, രാജീവ വിലോചൻ, സുന്ദരനായ കണ്ണോടുകൂടി അത്ര സൗന്ദര്യമുള്ള സുന്ദരനാണ് ഈ ദാശരഥി. ആര് പറയുന്നു? ജനക മഹാരാജാവ് വിശ്വാമിത്രനോട് പറയുന്നു. വില്ലിത് കുലച്ചുടൻ വലിച്ചു മുറിച്ചിടില്ല. അപ്പൊ ഉള്ളിൽ എന്താ പ്രീതി വർദ്ധിച്ചത്? ഈ വില്ല് കണ്ട് ഈ കുട്ടിയൊന്ന് കുലച്ച് മുറിച്ചിരുന്നെങ്കിൽ, വില്ലൊന്ന് എടുത്ത് മുറിച്ചിരുന്നെങ്കിൽ സീതയെ കൊടുക്കാമല്ലോ. ഒരു പിതാവിൻ്റെ ഒരു ആഗ്രഹമല്ലേ. കാരണം ഒരുപാട് പേരൊന്നും ഈ വില്ലെടുത്ത് പൊക്കിയിട്ട് പൊങ്ങിയില്ല. അപ്പോൾ ആരും ചെയ്തെങ്കിലല്ലേ കുട്ടിയെ വിവാഹം കഴിക്കാനൊക്കെ. അങ്ങനെയല്ലേ മത്സരം വെച്ചേക്കുന്നത്. അപ്പോൾ ആര് ഇതിനടുത്ത് മുറിക്കുന്നു അവർക്കാണ് സീത. അപ്പോൾ അത് യഥാർത്ഥ ആളിനെ അത് മുറിക്കാൻ പറ്റൂ. സീത ദേവിയാണ്. അപ്പോൾ അത് ഒരു ദേവനെ അവിടെ വേണ്ടുന്നത്. ആരാ? ശ്രീരാമൻ, അല്ലാതെ വേറെ ആരുമല്ല. അപ്പോൾ വില്ലിത് കുലച്ചുടൻ വലിച്ചു മുറിച്ചിടിൽ വല്ലഭനിവൻ മമ നന്ദനയ്ക്കെന്ന നൂനം. ഈ ജനക മഹാരാജാവിൻ്റെ ആഗ്രഹം പറയുന്നു, ഈ കുട്ടി, അതായത് രാജീവ പിലോച സുന്ദരൻ ദാശരഥി വില്ലിത് കുലച്ചുടൻ വലിച്ചു മുറിച്ചിടിൽ വല്ലഭനിവൻ മമ എൻ്റെ നന്ദനയ്ക്ക്, എൻ്റെ മകൾക്ക് ഇവൻ ആണ് വരനായിട്ട് വരുന്നത്. വല്ലഭനിവൻ മമ നന്ദനയ്ക്കെന്ന നൂനം. അപ്പോൾ അദ്ദേഹത്തിന് അത്രമാത്രം ഉള്ളിൽ ആനന്ദമുണ്ട്. ഈ ശ്രീരാമനെ ആ വില്ലൊന്ന് മുറിച്ചിരുന്നെങ്കിൽ എൻ്റെ കുട്ടിക്ക് ആവുമല്ലോ, ഭർത്താവായി വരുമല്ലോ എന്നൊരു ചിന്ത ഉള്ളിൽ അദ്ദേഹത്തിന് വന്നു.
എല്ലാം ഈശ്വരൻ എന്നേ ചൊല്ലാവൂ എനിക്കിപ്പോൾ. അതുകൊണ്ട് പറയുന്നു, എല്ലാം ഈശ്വരൻ്റെ ഇഷ്ടം പോലല്ലേ നടക്കത്തുള്ളൂ. അതും കൂടെ ആഗ്രഹം അങ്ങേറ്റം ഉണ്ട്, പക്ഷേ എല്ലാം ഈശ്വരൻ വിചാരിക്കണക്കല്ലേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാം ഈശ്വരൻ എന്നേ ചൊല്ലാവൂ എനിക്കിപ്പോൾ. വില്ലിക വരുത്തിയിടുക എന്നല്ല ചെയ്തു മുനി. അപ്പോൾ വിശ്വാമിത്രൻ പറയും, എന്തായാലും ഇഹ ഇവിടെ വില്ല് ഇവിടെ വരുത്തിയിടൂ എന്നാണ് ചെയ്ത് മുനിക്കറിയാം വിശ്വാമിത്രന്. മറ്റത് ജനക മഹാരാജാവെന്നേ ഉള്ളൂ, ആത്മീയമായ അറിവൊന്നും അദ്ദേഹത്തിന് ഇല്ലല്ലോ, രാജാവെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ വിശ്വാമിത്ര മഹർഷിക്ക് എല്ലാം വരാനുള്ളതും മുമ്പുള്ളതും എല്ലാം അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് വില്ലിക വരുത്തിയിടുക എന്ന് അരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചതു മന്ത്രീന്ദ്രനും. ഈ സജീവനെ പറഞ്ഞു വിട്ടില്ല മന്ത്രി പോയി കിങ്കരന്മാരെ വരുത്തി. ഇത് അത്രമാത്രം ഭാരമുള്ളൊരു വില്ലാണ്. അത് ആർക്കടുത്ത് പൊക്കാനൊക്കെ ഒത്തിരി പേരെ വിട്ടു. അതുകൊണ്ട് കിങ്കരന്മാരെ നിയോഗിച്ചതു മന്ത്രീന്ദ്രനും. ഹുങ്കാരത്തോട് വന്നു ചാപവാഹകന്മാരും. അപ്പോൾ ഹുങ്കാരം അത്രമാത്രം ധൈര്യശാലികളായിട്ടുള്ളവർ വേണം ഇതിന് കൊണ്ടുവരാൻ. അങ്ങനെ ഹുങ്കാരം വെച്ചാൽ അത്രമാത്രം വീര്യമായിട്ട് വന്നു കുറേ ആളുകൾ. ഇത് ചാപവാഹകന്മാർ ഇത് കൊണ്ടുവരാനായിട്ട്. സത്തരും 5000 കിങ്കരന്മാരും കൂടി മൃത്യുശാസ്ത്ര ചാപമെടുത്തു കൊണ്ടുവന്നാർ. ആ മൃത്യുശാസ്ത്ര ശിവൻ എന്നെ വിളിക്കുന്ന മൃത്യുശാസ്ത്ര ചാപം ഭഗവാന്റെ ശൈവ ചാപമാണല്ലോ. അതിന് കൊണ്ടുവരാൻ 5000 പേരാണ് കിങ്കരന്മാരെ വരുത്തിയത്. കണ്ടാ സഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയ്യംബകമെന്നതു മന്ത്രീന്ദ്രനും. അതായത് ആയിരക്കണക്കിന് മണികൾ, രത്നങ്ങൾ, വസ്ത്രം മുതലായവയാൽ അലങ്കരിക്കപ്പെട്ടതാണ് ഈ വില്ല്. അത് കണ്ടാ സഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയ്യംബകം എന്നതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചിടിനാൻ. ഈ ചന്ദ്രശേഖരൻ ആരാ? പരമശിവന്റെ പള്ളിവിൽ, ഈ വില്ല് ആരാ? ഇത് രാമചന്ദ്രൻ ആനന്ദം ഉൾക്കൊണ്ട് ഈ രാമചന്ദ്രനും ചന്ദ്രശേഖരനും യഥാർത്ഥത്തിൽ പരമാത്മാവല്ലേ, ഒന്നല്ലേ? എന്നാലും ഇവിടെ രണ്ടായിട്ട് അവിടെ ഓരോ കാര്യത്തിൽ നിൽക്കല്ലേ. ഇവിടെ ഒരാൾ ആ പരമാത്മാവ് അവതരിച്ച് ഭൂമിയെ രക്ഷിക്കാൻ വന്നു, എന്നാൽ പരമശിവൻ അവിടെ ഈ വില്ലും വെച്ചിരിക്കുന്നു. അപ്പോൾ ചന്ദ്രശേഖരൻ ഭഗവാൻ പരമശിവന്റെ പള്ളിവിൽ കണ്ടിട്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചിടിനാൻ. അത് ഭഗവാന്റെ വില്ലല്ലേ, ആ വില്ലിനെ അത്രമാത്രം വന്ദിച്ചു, ആദരവോട് തന്നെ വന്ദിച്ചു. ആരാ? ശ്രീരാമൻ. വില്ലെടുക്കാമോ, കുലച്ചിടാമോ, വലിക്കാമോ, ചൊല്ലുകന്നത് കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ. ശ്രീരാമൻ ചോദിക്കുന്നു, ഈ വില്ലൊന്ന് എടുക്കാമോ? വില്ലെടുത്ത് അത് അനുവാദം ചോദിക്കണ്ടേ? എന്നാൽ പരമശിവന്റെ വില്ലല്ലേ. അപ്പോൾ വില്ലെടുക്കാമോ, കുലച്ചിടാമോ, അത് വലിക്കാമോ, ചൊല്ലുകന്ന് അത് കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമോ ആകുന്നത് ചെയ്താലും മടിക്കേണ്ട. എന്തായാലും അത് ചെയ്യുക, അത് എന്തുകൊണ്ടും മടിക്കണ്ട. എന്താ ചെയ്യുക അതുപോലെ അത് ചെയ്താലും, അങ്ങനെ ചെയ്താലും മടിക്കണ്ട. കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ. ദേവിയെ ഭഗവാന് കിട്ടണ്ടേ. അപ്പോൾ അവിടെ ആ വില്ല് എടുത്ത് മുറിച്ചല്ലേ കിട്ടത്തുള്ളു. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞു വാക്കല്ലേ. ജനക മഹാരാജ ഒന്നും അറിഞ്ഞു പറഞ്ഞതല്ല, അങ്ങ് പറഞ്ഞു പോയില്ലേ. ഇതിന് വേണ്ടുന്ന സീതയ്ക്ക് വേണ്ടുന്ന ആളിനെ മറ്റു മഹർഷിമാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് കല്യാണം ഇതെന്തായാലും ഇത് ചെയ്താലും ഒന്നും മടിക്കണ്ട, എടുത്ത് മുറിച്ചോളൂ. അതുകൊണ്ട് എന്തായാലും ഇതുമൂലം കല്യാണം വരുമല്ലോ, കല്യാണം ഇതുമൂലം വന്നു കൂടിടുമല്ലോ, എന്നാലല്ലേ മംഗളം നടക്കത്തുള്ളൂ. മംഗളം വെച്ചാൽ കല്യാണമാണ്. നല്ല ഇപ്പം എന്തായാലും അതൊരു മംഗളകാര്യം തന്നെയാണ്. കല്യാണം മംഗളമാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് മംഗളമാണ്. ഇവിടെ ഇപ്പം പറയുന്നത് സീതയുടെ കല്യാണം അത് നടക്കും, അത് കൂടാമല്ലോ. മന്ദഹാസവം പൂണ്ട് രാഘവൻ അത് കേട്ടത് സന്തോഷമായി. മന്ദഹാസം പൂണ്ട് രാഘവൻ അത് കേട്ട് മന്ദം പോയി ചെന്ന് നിന്ന് കണ്ടിതു ചാപം. അങ്ങനെ ചിരിച്ചും കൊണ്ട് തന്നെ കല്യാണത്തിന് വേണ്ടുന്ന പണ്ടേ ആൺപിള്ളേർ കല്യാണം കഴിക്കണേ പണ്ടൊക്കെ പറയും, എന്തോ പുളിമുട്ടം കീറിയാലേ പെണ്ണ് കിട്ടുമെന്ന് പറഞ്ഞതുപോലെ അന്ന് ഒരു പഴമൊഴിയുണ്ട്. എന്ന് പറഞ്ഞൊക്കെ ഭഗവാൻ ഇത് വിശ്വാമിത്രൻ ഇത് പറഞ്ഞപ്പോൾ ഭഗവാൻ ഒരു മന്ദഹാസം, ഒരു പുഞ്ചിരിയൊക്കെ വന്ന്, എന്നിട്ടോ മന്ദം പോയി ചെന്ന് നിന്ന് കണ്ടിത് ചാപം. എവിടെ കൊണ്ട് ചാപം ആ വില്ല് കാണാൻ പോയി പതുക്കെ നടന്നു എന്നത് കണ്ടു. ജ്വലിച്ച തേജസ്സോട് എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ദശ്രമം. നിഷ്പ്രയാസം തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ജ്വലിച്ച തേജസ്സോട്. അപ്പം എത്ര 5000 പേര് പൊങ്ങാത്ത ഒരു കാര്യം എന്താ ഭഗവാൻ വിചാരിക്കും പൊങ്ങുന്നത്? അത്രമാത്രം ജ്വലിച്ച തേജസ്സാണ്. പരമാത്മാവാണല്ലോ. ഈ ലോകത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നതാണ് പരമാത്മാവ്. ബാക്കിയെല്ലാം താഴേ ഉള്ളു. അപ്പോൾ താഴെ ഉള്ളതിനെ പൊക്കാൻ പരമാത്മാവ് വല്ല പാടുമുണ്ടോ?
അത്ര ചിന്തിച്ചാൽ മതി. ഈശ്വരൻ ഏതിൻ്റെയും തലപ്പത്താ. അപ്പം താഴെയുള്ളതിനൊക്കെ പൊക്കാൻ ഭഗവാൻ ഒരു പ്രയാസവും ഇല്ല. അതുകൊണ്ട് ജ്വലിച്ച തേജസ്സോടും എടുത്ത് വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിഷ്പ്രയാസം അത് വലിച്ചു മുറിച്ചു. നിന്നരുളുന്ന നേരം ഈ 7 ലോകങ്ങൾ ഒന്ന് മാറ്റിലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനങ്ങളെല്ലാം വിസ്മയപ്പെട്ടു. എന്താ കാരണം? ഒരു മാറ്റിലിക്കൊണ്ട് അങ്ങനെ മുറിച്ച് നിഷ്പ്രയാസം മുറിച്ചങ്ങനെ നിന്ന് അരുളുന്ന നേരം മുറിച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ നിന്നപ്പോൾ ഒരു മാറ്റിലി കൊണ്ട് എല്ലായിടവും ഈ 7 ത്രിലോകങ്ങളിലും മാറ്റിലി കൊണ്ടപ്പോൾ എല്ലാ ജനങ്ങളെല്ലാം വിസ്മയപ്പെട്ടത്. എന്താ ഇത്രയും ശബ്ദം ഈ മാറ്റുലി എങ്ങനെ വന്നു? അപ്പോൾ അത് മുറിച്ച സൗണ്ട് അതൊരു മാറ്റുലി പോലെ ഒരു പ്രകമ്പനം എല്ലായിടും അങ്ങ് ചെന്ന് അങ്ങനെ ജനങ്ങളെല്ലാം ഇതെന്താന്ന് വിസ്മയപ്പെട്ടു. പാട്ടും ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും. ഇതങ്ങോട്ട് മുറിച്ചവനോട് പിന്നെ മംഗളസ്തുതികളൊക്കെ കല്യാണം ഉടനെ കിട്ടുമല്ലോ. അപ്പോൾ അവിടെ പിന്നെ ആനന്ദമായി എല്ലാവർക്കും. എല്ലാവരും പാട്ടും ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ദേവലോകത്തുനിന്ന് പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ട് ദേവദേവനെ സ്തുതിക്കുകയും അപ്സരസ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ട് വിശ്വേശ്വരനുടെ വിവാഹോത്സവ ആരംഭഘോഷം കണ്ട് കൗതുകം പൂണ്ടാർ. അപ്പോൾ ഇനി വിവാഹത്തിൻ്റെ ആരംഭം മതി. എല്ലാം അവിടെ ഒത്തുവന്ന് ഈ ഒരു വില്ലായിരുന്നു ഇതിനെല്ലാം കാരണം. സീതാദേവി അല്ലെങ്കിൽ അവിടെ ആരും വിവാഹം കഴിക്കാതെ ഇരിക്കും. കാരണം അങ്ങനെ പറഞ്ഞ വാക്ക് പാലിക്കേണ്ടി ആരാണ് എടുത്തത് മുറിക്കുന്നത്? അവർക്കാണ് സീതാദേവി. അപ്പോൾ അവർക്ക് സന്തോഷമായി ഈ ദേവദേവനെയൊക്കെ സ്തുതിച്ച് അപ്സരസികളെയൊക്കെ ഉത്സാഹം കൈക്കൊണ്ട് വിശ്വേശ്വരനുടെ വിവാഹം ഉത്സവ ആരംഭഘോഷം. അപ്പം ആഘോഷം അത്രമാത്രം പിന്നെ വിവാഹോത്സവ ആരംഭ ആഘോഷം കണ്ട് കൗതുകം പൂണ്ടാർ. ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്ലേഷം ചെയ്താനല്ലോ. അപ്പോൾ ജനകൻ ജഗൽസ്വാമിയാകിയ ഈ ഭഗവാനെ ശ്രീരാമനെ ജനസംസതി കാരണം ഇദ്ദേഹത്തിന് അറിയാം സീതയെ കെട്ടുന്ന ഒരാളുള്ളത് എങ്ങനെ അറിയുമെന്നൊക്കെ അന്ന് ഞാൻ എവിടെയോ വായിച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെ അതിനാണ് ഈ മത്സരം വെച്ചത്. അപ്പോൾ യഥാർത്ഥ ആളിന് തന്നെ അത് കിട്ടുമെന്നറിയാം. അതുകൊണ്ടാണ് അപ്പം മനസ്സിലായി ഇദ്ദേഹം തന്നെയാണ് സാക്ഷാൽ ജഗദീശ്വരൻ. അപ്പോൾ ജനകൻ അത് രാജാവ് ജഗൽസ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്ലേഷം ചെയ്താനല്ലോ. അങ്ങനെ അങ്ങനെ മാത്രം ഭഗവാനെ അത്രമാത്രം ആശ്ലേഷിച്ച് നമുക്കിനി ബാക്കി നാളെ വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.